ഹലോ ഫ്രണ്ട്സ്, അങ്കിൾസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു വൈകുന്നേര പലഹാരമാണ് ബോണ്ട, പഴക്കേക്ക്, അതിന് ഉണ്ണിയപ്പം എന്ന് പറയും. അതിവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആട്ടമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ, അതിൽ അല്പം കൂടി കൂടുതൽ വരും. നല്ല പഴുത്ത പാളയംതുടം പഴം 10 ഉപയോഗിച്ചിട്ടുണ്ട്. തേങ്ങ കൊത്തി നുറുക്കിയത് അത് 1 പിടി അല്ലെങ്കിൽ 1.5 പിടി. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. മായം ചേർക്കാത്ത നല്ല ശർക്കരയാണ് മറയൂർ ശർക്കര. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനു മുമ്പ് തേങ്ങ കൊത്ത് ഒന്ന് വറുത്തെടുത്ത് വയ്ക്കണം. അത് മാറ്റി വെച്ച ശേഷം നമുക്ക് മറയൂർ ശർക്കര നമുക്ക് പാനിയാക്കണം. പാളയംതുടം പഴം 10 തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം, നന്നായി ഉടയണം. നമുക്കിനി മാവ് എടുക്കാം, ഗോതമ്പ് മാവ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ചെറിയ സ്പൂൺ സോഡാപ്പൊടി. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചേക്കുന്ന പഴം അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് അതും കൂടെ ഇടുക. ഏലക്കാപ്പൊടി 1 സ്പൂൺ, ശർക്കരപ്പാനി അതുകൂടെ വെച്ച് നന്നായിട്ട് കുഴയ്ക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ ഒരുപാട് ലൂസാകുകയും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിൽ മാത്രമേ എടുക്കാവൂ. കാരണം കയ്യിൽ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പം അതനുസരിച്ച് വേണം അത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പലഹാരം ഒന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി തിളച്ച ശേഷം മാവ് ഓരോ ഉരുളയാക്കി എടുക്കാം. അതിന് കയ്യിൽ കുറച്ച് പച്ചവെള്ളം തൊട്ട് കൊടുക്കുക. അപ്പോൾ ഉരുണ്ട് കിട്ടും. നമ്മൾ ഓരോന്ന് ഉരുട്ടി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റൗവിൽ തീയിന് മീഡിയത്തിലാക്കുക. കാരണം അതിന് ഉള്ളു മുഴുവനും വേകണം. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല ബ്രൗൺ കളറാകണം, കടുത്ത ബ്രൗൺ കളർ. കടുത്ത ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി വയ്ക്കാം. ഇപ്പോൾ നല്ല കടുത്ത ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി അത് കോരി മറ്റു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ ഉരുട്ടി വലിയ ബോളാക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് മുഴുവനും വറുത്തെടുക്കാം. ഇപ്പോഴെല്ലാം വറുത്ത് നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ടേസ്റ്റ് കൂടിയതാണ്, പ്രത്യേകിച്ച് മറയൂർ ശർക്കര ഉണ്ടാക്കിയാണ് വൈകുന്നേരം ഇതുണ്ടാക്കുക. ഇതൊരു ബോണ്ടയും ഒരു ചായയും കഴിച്ചാൽ ഒരു നേരത്തെ ആഹാരം അതിൽ നിൽക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.